തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഏറിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളാകട്ടെ എല്ലാവരും അവരവരുടെ വോട്ടുറപ്പിക്കുന്നതിനായാലും അതല്ലെങ്കിൽ മുന്നണിയെ ജയിപ്പിക്കുന്നതിനായാലും ഒക്കെ തകൃതിയായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെയാണ്. പാലാരിവട്ടത്തെ 33-ാം ഡിവിഷനിലാണ് വലിയ പോരാട്ടമാണ് നടക്കുന്നത്. 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളുണ്ട്. NDA അതുപോലെ LDF, UDF 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളുണ്ട്. UDF ഈ മുന്നണിയിൽ തന്നെ UDF നിരന്തരമായി ഈ വാർഡിൽ കൌൺസിലറായി 2-3 തവണയായി ഇവിടുത്തെ കൌൺസിലർ മിനിമോളാണ്. ആ ഒരു സാഹചര്യം കൊണ്ട് പക്ഷേ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള കാര്യം പ്രഡിക്റ്റബിൾ അല്ല. എന്നിരുന്നാലും ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയുമാണ്. LDF സ്ഥാനാർത്ഥി മിനിമോൾ അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ഉണ്ട്. UDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ NDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. രതീഷ് ഏട്ടനാണ് LDFന്റെ സ്ഥാനാർത്ഥി. NDF സ്ഥാനാർത്ഥി അല്പസമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഏത് തരത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ ചൂട് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എന്തായാലും നമുക്ക് LDF സ്ഥാനാർത്ഥിയിലേക്കാണ് പോകുന്നത്. കാരണം പ്രത്യേകിച്ചും UDFന്റെ സ്ഥാനാർത്ഥി അവിടെ ഇപ്പോൾ 3 തവണയായിട്ട് അവിടുത്തെ കൌൺസിലർ തന്നെയാണ്. അപ്പോൾ LDFന് അതിലെന്തെങ്കിലും തിരുത്തലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് ആദ്യം കേട്ടറിയാം. എന്തായാലും നമസ്കാരം നമ്മള് ചോദിക്കട്ടെ, എന്തായാലും എന്താണ് ഒരു LDF മുന്നോട്ട് വയ്ക്കുന്ന വികസന പത്രിക? നിലവില് ഈ തവണ ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച അതേ നിലയിൽ തന്നെ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വലിയ നഗരമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മെട്രോപൊളിറ്റൻ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചിക്ക് അനിവാര്യമായ ഒരുപാട് മാറ്റങ്ങൾ ഈ 5 വർഷം കൊണ്ട് അഡ്വക്കേറ്റ് അമൽകുമാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഒരു സിനിമ എടുത്താൽ പോലും നമുക്ക് ആദ്യ സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞു, രണ്ടാം സീരീസ് പോലെ രണ്ടാമത് വരാം. തുടർച്ചയുണ്ടാകുന്ന ഭരണങ്ങൾക്കാണ് കൂടുതൽ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്, ക്ഷേമ പ്രവർത്തനം എത്തിക്കാൻ കഴിയുന്നത്, വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ പ്രവർത്തനങ്ങളിലേക്ക് മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ് ഞങ്ങളുടെ സംവിധാനം, LDF സംവിധാനം ജനങ്ങളോട് ആവശ്യപ്പെടുന്നതും അവരുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി ഇടപെടുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മുടെ വാർഡിൽ തന്നെ അതായത് ഡീലിമിറ്റേഷൻ വരുന്നതിന് മുൻപ് തന്നെ അവിടെ തുടർച്ചയായി കൌൺസിലറുള്ള ഒരാളും നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടല്ലോ, അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു അതിൽ നിന്നും അതായത് വികസനത്തിൽ അവര് മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റിന് മുകളിലായിരിക്കണമല്ലോ നിങ്ങളുടെ ഒരു വികസന മുന്നേറ്റം എന്ന് പറയുന്നത്, വികസന കോൺസെപ്റ്റ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. വികസന മുന്നേറ്റം ഇപ്പൊ തുടർച്ചയായിട്ട് ശ്രീമതി മിനിമോൾ കൌൺസിലർ അവിടെ ഉണ്ടായി. കഴിഞ്ഞ തവണ മിനിമോൾ കൌൺസിലറായിരുന്നു. അതിനു മുമ്പ് UDFന്റെ ജോസഫ് അലക്സ് എന്ന് പറയുന്ന ഒരു കൌൺസിലർ. അപ്പൊ 3 തവണയായിട്ട് UDFന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച ഒരു പ്രദേശത്താണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പക്ഷെ എങ്കിൽ കൂടി അവിടെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പോൾ ആ IT പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് എനിക്ക് എന്റെ സംഭാവന എന്റെ നഗരസഭയ്ക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു K-സ്മാർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളം ആകെ വ്യാപിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഒരു IT പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഒരു IT ചിന്ത രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ സാധാരണ നിലയിൽ ഈ ഒരു 18 വർഷം IT രംഗത്ത് വർക്ക് ചെയ്യുന്ന ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയിൽ ഇപ്പോ എനിക്ക് എന്റേതായ കാഴ്ചപ്പാടുകളുണ്ട് അവിടെ ലഭിക്കേണ്ട. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണ് മെജോറിറ്റി ആളുകളും. ഒരു 70% ആളുകൾ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലല്ല, നഗരത്തിന്റെ അകത്ത് താമസിക്കുന്ന 70% ആളുകൾ സീനിയർ സിറ്റിസൺസ് ആണ്. ചിലർ സീനിയർ സിറ്റിസൺ ആയിരിക്കും, ചിലർ ബിലോ സീനിയർ സിറ്റിസൺ ആയിരിക്കും. അവരെല്ലാം ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഞാനിപ്പോ ഇറങ്ങിയ പല വീടുകളിലും എനിക്കുണ്ടായ അനുഭവം അതാണ്. അപ്പൊ അവരിലേക്ക് എത്തുക, സാധാരണപ്പെട്ട ആളുകളിൽ എത്തുക, എല്ലാം IT അധിഷ്ഠിതമായിട്ട് ജനങ്ങൾക്ക് എപ്പോഴും നമ്മളിലേക്ക് സംവേദനം നടത്താൻ കഴിയുന്ന, എല്ലാ തരത്തിലും ട്രാൻസ്പെറന്റ് ആകാൻ കഴിയുന്ന, അഴിമതി രഹിതമാവുന്ന, എല്ലായിടങ്ങളിലും അഴിമതി ഇങ്ങനെ നിഴലിച്ച് നിൽക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ അഴിമതിയെ മാറ്റി നേരായ, നന്മയുള്ള, തെളിമയുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ ആക്കിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ജനം പൂർണ്ണമായും ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവും എന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മിനിമോൾ മേഡത്തോട് ചോദിക്കാനുള്ളത്, അതായത് വയോജന സുരക്ഷ അതിനു വേണ്ടിയിട്ട് ഈ ഒരു വികസന പത്രികയിലുണ്ട്. നേരത്തെ മുതൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും 2010, 15, 2 ടൈം പിന്നീട് ഇപ്പോൾ 3 തവണ കൌൺസിലറായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ആ ഒരു അതായത് ഡീലിമിറ്റേഷൻ വന്ന ഒരു സാഹചര്യത്തിൽ കുറച്ചൊക്കെ വാർഡിന്റെ സ്വഭാവം മാറിയിട്ടുമുണ്ട്. എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ്? കഴിഞ്ഞ 2 പ്രാവശ്യവും ഞാൻ ഈ ഡിവിഷനിൽ പ്രതികരിച്ച് ജനപ്രതിനിധിയാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായും ഞാൻ ഈ ഡിവിഷനിലേക്ക് കടന്നു വരുമ്പോൾ 35-40 വർഷത്തോളം LDFന്റെ കുത്തക സീറ്റായിരുന്ന ഒരു ഡിവിഷനിലാണ് ആദ്യമായിട്ട് 2010 ഞാൻ ജയിച്ചു വരുന്നത്.
ഞാൻ അവിടെ വരുമ്പോൾ എനിക്കുണ്ടായ സാഹചര്യം എനിക്കറിയാം, അവിടുത്തെ ജനങ്ങൾക്കും അറിയാം. ആ 5 വർഷം കൊണ്ട് ഡിവിഷനിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാക്കാനും വെള്ളക്കെട്ട് ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിച്ചു. അംഗനവാടി കെട്ടിടം വളരെ ചെറിയ ഒരു കുടിസുമുറിയിൽ വാടകയ്ക്കുണ്ടായിരുന്നത് നമുക്ക് സ്വന്തമായ ഒരു കെട്ടിടം പണിത് മാറ്റാൻ സാധിച്ചു. കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ADS ഹാൾ ഉണ്ടാക്കാൻ സാധിച്ചു. വനിതാ പരിശീലന കേന്ദ്രം ഉണ്ടാക്കാൻ സാധിച്ചു. അങ്ങനെ ലേഡീസിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇവിടെ രതീഷ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. എന്റെ ഡിവിഷനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ മത്സരിച്ച് ജയിക്കുന്നതും ഇപ്പോൾ മത്സരിക്കുന്നതായ ഡിവിഷനിൽ ഏകദേശം 50% ആൾക്കാർ വയോജനങ്ങളായിട്ടുള്ള ആളുകളാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്. കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾക്കത് നേരിട്ട് ഫീൽ ചെയ്താണ്. കോവിഡിന്റെ സമയത്തും ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൊക്കെ ഓരോ വീടുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിൽ നിന്നാണ് വയോജന ക്ലബ്ബ് രൂപീകരിക്കുക എന്നൊരു ആശയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. നമ്മൾ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു. അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മീറ്റിംഗ് കൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് ഇപ്പൊ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതിൽ മാത്രം നിൽക്കുന്നില്ല. കാരണം ഞാൻ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പല പഞ്ചായത്തുകളുടെ വികസന മാപ്പുകൾ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് വയോജനം ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം ഫിസിയോതെറാപ്പി എന്ന് ഒരുപാട് ആളുകളുണ്ട്. ഫിസിയോതെറാപ്പിയുടെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ഈ വയോജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഫിസിയോതെറാപ്പി സെന്റർ നമ്മുടെ വയോജന ഹാളിൽ കൊണ്ടുവരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ ഓപ്പൺ ജിം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സജ്ജമാക്കുന്നുണ്ട്. പലപ്പോഴും സ്ത്രീകൾ ഓപ്പൺ ജിമ്മിന്റെ ഒരു ഇതിൽ ഓപ്പണായി കിടക്കുന്ന സ്ഥലത്ത് പോകാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന്, പ്രത്യേകിച്ച് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് IT പ്രൊഫഷണലാണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ സ്വാഭാവികമായിട്ടും വയോജനങ്ങൾ ഈ പ്രത്യേകിച്ചും IT നിരക്ഷരത ഒരു വലിയ പ്രശ്നമാണ്. ഇലിറ്ററേറ്റ് ആവുക എന്നുള്ളത്, അവരെ ലിറ്ററേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് അതൊരു വലിയ ടാസ്കുമാണ്. ഇപ്പൊ ഈവൻ എല്ലാ ട്രാൻസാക്ഷനും ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റിലേക്കായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് പോലത്തെയുള്ള സംവിധാനങ്ങൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പോലും അവർക്ക് അതിനുള്ള ഒരു സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയുള്ള തുടക്കം വല്ലതും ചെയ്തു. തീർച്ചയായും നമ്മളിപ്പോ ഓരോ മാസവും നമ്മൾ ഈ വയോജനങ്ങളുടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ച് അവരെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 10-40 പേരോളം അടങ്ങുന്ന ഒരു ക്ലബ്ബ് നമുക്കുണ്ട്. അതിൽ നമ്മൾ ഓരോ മാസവും എടുക്കുന്ന ക്ലാസുകൾ ഹെൽത്ത് റിലേറ്റഡ് മാത്രമല്ല, ഇത്തരത്തിലെ ആധുനിക ജീവിത കാലഘട്ടത്തിൽ എങ്ങനെ അവരുടെ ജീവിത നിലവാരം ഉയർത്താം, അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഈ പുതിയ ജനറേഷനുമായിട്ട് എങ്ങനെ ഏറ്റവും അറ്റാച്ച്ഡായി ശ്രമിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അവരുടെ കൂടെ നിന്നുകൊണ്ട്, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അത് പഠിപ്പിച്ചെടുക്കുക എന്നൊരു വലിയ ടാസ്ക് ഉണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ കുടുംബശ്രീ ആയാലും ഒക്കെ അതിനുവേണ്ടി പ്രത്യേക സ്കീമുകളുണ്ട്. അതെല്ലാം നമ്മുടെ ഡിവിഷനിൽ നമ്മൾ മെർജ് ചെയ്തുകൊണ്ട് നടപ്പാക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ, അതായത് വാർഡിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയാം, ആ ഒരു സാഹചര്യങ്ങളെ പറ്റി അറിയാം. അപ്പൊ എന്താണ് കൂടുതൽ ഒരു LDFന് മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഒരു എന്താ പറഞ്ഞേ വിജയ ശതമാനവും കൂടി കണക്കിലെടുക്കുമ്പോൾ എന്താണ് ഇനി അടുത്ത എന്താ പറഞ്ഞേ പദ്ധതികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടായിരുന്നില്ല, അത് ഇവിടെ വളരെയധികം പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അത് എല്ലാ തലത്തിലും, അതായത് വേണിങ്, പിന്നെ ബ്രഹ്മപുരം പോലെ സ്ഥലങ്ങൾ, ഇതുപോലെ സ്ഥലങ്ങൾ, അത് പല ഇത് നടത്തി. പിന്നെ ഇപ്പോൾ മിനിമോള് പറഞ്ഞ മാതിരി ഇതിപ്പോൾ പല പല കമ്പനിയുടെ സഹായത്തോടെ ഓപ്പൺ ജിമ്മ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ ഈ പറഞ്ഞ രതീഷിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു, അതായത് ഇപ്പോഴത്തെ തുടർച്ചയ്ക്ക് ഭരണത്തിലാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതിപ്പോൾ നമ്മുടെ സർക്കാർ തന്നെയാണെങ്കിൽ തുടർച്ച വന്നാലും അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടിയാലാണ് ബാക്കിയുള്ള കാര്യം നടത്തിപ്പോകാൻ പറ്റുള്ളൂ. അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഇത് ഭരണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി വേണം, എന്നാലാണ് നമുക്കത് പുരോഗമനം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. എങ്ങനെയാ ചേട്ടന്റെ പേര്? സാംബശിവൻ. ഈ ഒരു വാർഡിന്റെ ഒരു ഇപ്പം മുന്നോട്ട് വെച്ചില്ലേ വയോജന ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൽ പ്രത്യേകിച്ചും എനിക്ക് കേട്ടെടുത്തോളം ഈ 2 സ്ഥാനാർത്ഥികളും കൂടുതൽ അതിൽ ശ്രദ്ധ എടുക്കുന്നത് വയോജനക്ഷേമത്തിനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇവരുടെ IT പ്രൊഫഷണൽ കൂടിയായ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾക്കുള്ളത് കൊണ്ട് അത് കുറച്ചുകൂടി ഒരു ഡെവലപ്മെന്റ്, അത് കുറച്ചുകൂടി ഒരു പടി മുന്നോട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കും. ഇപ്പൊ നമ്മൾ തന്നെ പൊതുവെ ഞങ്ങൾ എല്ലാ ഫീൽഡിലും ഇറങ്ങി പറഞ്ഞു എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന ആൾക്കാർ. ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണെങ്കിലും ഞങ്ങൾ എല്ലാ വീടുകളിലും കയറി ആരും അഭ്യർത്ഥിക്കാതെ തന്നെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണപ്പൊതി എത്തിച്ചു കൊടുക്കുക, കോവിഡ് കാലത്താണെങ്കിലും ഭക്ഷണം എല്ലാ വീടുകളിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അത് ഭരണം നോക്കിയിട്ടല്ല. ഇപ്പം മിനിമോൾ ഭരിക്കുന്നതിൽ വേറെ ആളൊന്നും ഉണ്ടല്ലോ, നമ്മളങ്ങനെ വിവേചനം കാണിക്കാറില്ല. ആരാണെങ്കിലും ഇപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും നമ്മൾ വിവേചനം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ആര് വന്നാലും ഒരാൾ ഞങ്ങൾക്ക് നിങ്ങൾ മറ്റേതാണല്ലോ ഇതാണല്ലോ എന്ന് പറയാറില്ല, എല്ലാവരും സഹായിക്കും ഞങ്ങൾ. അപ്പോൾ അത് എൻ്റെ കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് തുടർ ഭരണം വേണം. അതിന്
ഞങ്ങളെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രതീഷ് ജയിക്കണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. മാഡം, ഞാൻ ഇപ്പോൾ ഇത് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എന്താണ് മാഡത്തിന്റെ പേരെന്താണ്? ഐഷ ശശി. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് പദ്ധതി ഇപ്പോൾ വയോജന ക്ലബ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട് പൊതുജനങ്ങൾ? പൂർണ്ണമായും നല്ലൊരു സപ്പോർട്ടോടുകൂടി പൊതുജനങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കുന്ന പൊതുജനങ്ങളും അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറുമാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കൗൺസിലറാണ്. 2011 തുടങ്ങി ഇത്രയും നാൾ വരെ ആ തോടും റോഡും ആക്കി തീർത്ത ഒരു കൗൺസിലറിന് പ്രത്യേകം നന്ദി ഞങ്ങൾക്ക് പറയാനുണ്ട്. മാമംഗലം പാലാരിവട്ടം റോഡായത് കൗൺസിലർ വന്നേ പിന്നെ അതിന് പ്രത്യേകം ഞങ്ങൾക്ക് പറയാനൊരു ആഗ്രഹങ്ങളുണ്ട്. അത്രയും ബുദ്ധിമുട്ടുള്ള റോഡും പ്രദേശങ്ങളും ആയിരുന്നു. ഇത്രയും വരെയൊക്കെ ആയി. ഇനി ഇതിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ആവശ്യം. നമ്മളോടൊപ്പം NDA സ്ഥാനാർത്ഥി കൂടി ജോയിൻ ചെയ്യുകയാണ് ശ്രീ KR രാജേന്ദ്രൻ. അദ്ദേഹത്തെ കൂടി ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഈ രണ്ടുപേരും അവരുടെ വികസന മാതൃകകൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. അതായത് UDF കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു വാർഡാണ്, ഇപ്പം ഡിവിഷനാണ്. അതുപോലെ ഇപ്പോൾ ഡിലിമിറ്റേഷൻ വന്നപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല LDFന് അവരുടേതായ വികസന മാതൃകയുണ്ട്. സർക്കാരിന്റെ തുടർഭരണമാണ് അവരൊരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതീക്ഷയും അതാണ്. അപ്പോൾ കുറച്ചുകൂടി വികസനങ്ങൾ അവർക്ക് മുന്നോട്ട് ചെയ്യാൻ കഴിയുമെന്നും UDF കൌൺസിലറാകട്ടെ നേരത്തെ മുതലേ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരാളുമാണ്. ഇതിലുപരി എന്താണ് NDAക്ക് മുന്നോട്ട് വയ്ക്കാൻ ഉള്ള ഒരു പദ്ധതി? NDAക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള വികസന പ്രവർത്തനം എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പുകളും മറ്റും വ്യക്തമാക്കുന്നത്. അപ്പോൾ കേരളത്തിലും ഇതേപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഒത്തിരി വികസന പരിപാടികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്കത് കൂടുതൽ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ പെട്ടെന്നൊരു കാര്യത്തിൽ ഞങ്ങളവിടെ അമ്പലത്തിലൊക്കെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ വിളിച്ചപ്പോഴാണ്, വളരെ സമയം വൈകിയാണ് വിളിച്ചത്. അപ്പോൾ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു പോരുന്ന രീതികൾ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ ശൈലി അതാണ്. ഇന്നുവരെ അവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ കൌൺസിലർമാരെയും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ പദ്ധതികൾ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. ഒരു മെട്രോ സിറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടൊരു മെട്രോ സിറ്റി ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കുള്ള മതിപ്പ് വർദ്ധിച്ചു വരുന്നത് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നേട്ടമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ BJPയുടെ അധികാരത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് വരാൻ പോകുന്ന ഭാവിയിൽ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ. അല്ലെ, ഭരണനേട്ടം എന്ന് പറയുമ്പോഴും അത് മുന്നോട്ട് വെക്കാനില്ലെങ്കിൽ പോലും ഈ തുടർച്ചയായിട്ട് LDFും UDFും ഇവിടെ വെച്ചിട്ടുള്ള ഒരു വികസന മാതൃകയുണ്ട്. ആ മാതൃകയെ പിന്തുടർന്നിട്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു കുറച്ചുകൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു മാതൃക ആയിരിക്കണമല്ലോ NDAക്ക് മുന്നോട്ട് വെക്കാനുണ്ടാവുക. തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യുന്ന പദ്ധതികളിലും ഒരുപടി മുന്നോട്ട് തന്നെയായിരിക്കും. ഇപ്പോൾ പല വീടുകളിലും കയറുമ്പോൾ കൊതുകിന്റെ ശല്യം, പഴയ പോലെ ഫോഗിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചില വീടുകളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടലുകൾ ഉണ്ടാവുന്നു, ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിർത്തിയതാണ്. പക്ഷെ അത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പലരും പല മുന്നണികളുടെയും അനുകൂലികളാണ് അങ്ങനെ പറഞ്ഞു വരുത്തുന്നത്. പക്ഷെ വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയുന്നത് കോൺഗ്രസും ഇതേപോലെ നമ്മുടെ ഇരുമുന്നണികളും അവരുടെ ഭരണപരാജയം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇവിടെ കൊതുക് ഇത്രയധികം വർദ്ധിച്ചിരിക്കുന്നത്. അതിനെ ഇവിടുന്ന് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വിദേശ ടെക്നോളജി ഉപയോഗിച്ചുള്ള പദ്ധതികൾ ഞങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിന് അനുസരിച്ച് ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ അത് ഉൾപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് ഇപ്പം NDAയുടെ ഒരു വീക്ഷണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം LDF സ്ഥാനാർത്ഥിക്ക് അതായത് ഇതുവരെ UDF വെച്ചിട്ടുള്ള അല്ലെങ്കിൽ LDF വെച്ചിട്ടുള്ള വികസന മാതൃകകളാണ് ഈ കാലം മുതൽ 1957 മുതൽ കേരളം കാണുന്ന ഒരു വളർച്ചയും വികസനവും ഒക്കെ അത് തന്നെയാണ്. അപ്പൊ അവർ തന്നെ പറയുന്നുണ്ട് ഭരണ തുടർച്ച എന്നുള്ളൊരു സാഹചര്യം, അവർക്ക് ഭരണനേട്ടങ്ങൾ പറയാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിന്റെ അത് കേന്ദ്രത്തിൽ നടപ്പിലാക്കി വരുന്ന കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതികളുടെ ഒരു ഭാഗം ആകണം കേരളത്തിലെ വികസനം എന്നുള്ളതാണ് ഇപ്പോൾ NDA മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇതൊരു ടൈറ്റ് ഫൈറ്റായിട്ട് മാറുമോ? LDFനൊരു വലിയ വെല്ലുവിളിയായിട്ട് മാറുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ
സാധാരണപ്പെട്ട ജനങ്ങൾ അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെ നമുക്ക് വേണമെങ്കിൽ മുന്നോട്ടേക്ക് വയ്ക്കാം. ഈ ഭരണനേട്ടം എന്ന് നമ്മൾ അവകാശപ്പെടുകയല്ല, അത് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. ഒരുപാട് രീതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഏതായാലും ഈ ചാനലിന് മുമ്പിൽ നിന്ന് എനിക്ക് ഇത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷണം പറഞ്ഞത്, കൂടുതൽ ഭരണനേട്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പറയാൻ കഴിയുന്നില്ല, ഞാൻ പറയേണ്ടതില്ല. ഇതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇതിലും വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നുള്ളത്. സ്വാഭാവികമായും നമ്മൾ കാണേണ്ടത് ഈ ഞങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത്, ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 900 ചില്ലുവാന നമ്പർ ഉണ്ടെന്ന് കരുതും. അതിൽ ഓരോ അക്കമിട്ട് അത് നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അത് ഏത് പദ്ധതി എടുത്തു നോക്കിയാലും, അത് ഇന്ന പദ്ധതി എന്നല്ല, എല്ലാ പദ്ധതികളും, അത് ജനക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും വികസന പ്രവർത്തനങ്ങളാണെങ്കിലും. മറുഭാഗത്ത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നമ്മളെ കൂച്ചുവിലങ്ങിടുന്നത്? ഒന്ന്, നമുക്ക് തരേണ്ട വിഹിതം, ഞാൻ അങ്ങനെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിരവധി വരുന്ന ഗ്രാന്റുകൾ അതില്ലാതാകുന്നു. നമുക്ക് പല ചില പേരുകൾ കൊടുക്കാത്തതുകൊണ്ട് ലൈഫ് പദ്ധതി പോലും അട്ടിമറിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മൾ എന്നാൽ പോലും 5 ലക്ഷത്തിന് മുകളിൽ വീടുകൾ വെച്ചു കൊടുത്തു. തുരുത്തി എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകയായ ട്വിൻ ടവർ, 13 നിലകളുള്ള 12 നിലകളുള്ള ഈ 394 പേർക്ക് ഈ നഗരത്തിൽ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതം സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പൊ രാജ്യത്തിന്, ലോകത്തിന് മാതൃകയായിട്ട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പോവുക. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യുന്നത്, ദിസ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്നാണ് പറയേണ്ടത്. കേരള ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്, സാധാരണ പുറത്തുനിന്ന് പറയുന്നത്. അത്ര കണ്ട് വികസനം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരേപോലെ തന്നെ ഒരേ ത്രാസിൽ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി സർക്കാരും ഇവിടുത്തെ കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ LDFന്റെ ഭരണം കുറെ മാതൃകകൾ, എനിക്ക് അക്കമിട്ട് പറയാൻ കഴിയുന്ന നിരവധി മാതൃകകൾ. പ്രധാനമായി പറയേണ്ടത്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കൊതുകിന്റെ കാര്യത്തെ സംബന്ധിച്ച്. അവിടെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നതിന് ഒരു മാതൃക തീർക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ്. ബ്രഹ്മപുരം താങ്കളടക്കം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താങ്കളടക്കം അവിടെ പോയിട്ടുണ്ടാവും. ആ ബ്രഹ്മപുരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു 10 കൊല്ലങ്ങൾക്ക് മുമ്പ്? എനിക്ക് തോന്നുന്നു മിനിമോൾ കൌൺസിലർ ഇതിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെ ചെയർമാൻ കൂടിയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ആരോഗ്യത്തിന്റെ. അപ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള 2 വിഷയങ്ങളാണ് നഗരസഭയിൽ. ഒന്ന് മാലിന്യ സംസ്കരണം, മറ്റൊന്ന് IT. ഈ 2 വിഷയത്തിലും എനിക്ക് നേരിട്ട് ഇടപെടാനും എന്റെ സംവിധാനം എനിക്കൊരു അവസരം തന്നത്. ഞാൻ ആദ്യഘട്ടത്തിൽ ബ്രഹ്മപുരത്ത് പോകുന്ന സമയത്ത് മലയെന്ന് പറഞ്ഞാൽ എന്താണ്? മലയെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്നത് കുന്തും മലകളാണ്. ഇത് മാലിന്യത്തിന്റെ മലകൾ സന്ദർശിക്കാനും അതിന്റെ ഇടയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷെ ഇന്ന് നമുക്ക് രാമച്ചം വിടർന്നു നിൽക്കുന്ന, പൂക്കൾ വിടർന്നു നിൽക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പിലാക്കണം. പദ്ധതി പേരിലല്ല, ബജറ്റിന്റെ പേപ്പറിലല്ല, പുസ്തകത്തിലല്ല, അത് നടപ്പിലാക്കി പ്രാവർത്തികമായിട്ട് വിദേശത്തേക്ക് കയറ്റി അയച്ച് വരുമാനം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് CBG പ്ലാന്റ് അടക്കം ഇപ്പോ CBG പ്ലാന്റ് അടക്കം വന്നിരിക്കുകയാണ്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു അവസരം കൂടി ലഭിച്ചാൽ നമുക്ക് മാറ്റാൻ കഴിയുന്നത്, മാറാത്തതെല്ലാം ഈ യഥാർത്ഥത്തിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായി ഞങ്ങളാണത് മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. UDF ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുകയാണ്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് സംസ്കരണ യൂണിറ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബ്രഹ്മപുരത്തെ ഇഷ്യൂ വരുന്നതും. അതൊരു വർക്ക് ലോഡ് ഭയങ്കരമായി, അതായത് ഒരു നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മുകളിലേക്ക് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോ അത് പരിഹരിച്ചോ, അതല്ലെങ്കിൽ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും നമുക്കറിയാം, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിരിഞ്ഞു പോകുന്ന ഒരു സംവിധാനം മാത്രമാണ്. കാരണം ആദ്യം നമ്മൾ സ്ഥാപിച്ച പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗശൂന്യമായ അവസരത്തിലാണ് UDF ഭരണത്തിൽ വരുന്നത്. നമ്മുടെ പ്ലാന്റുകൾ റീകമ്മീഷൻ ചെയ്യേണ്ട സമയത്താണ് UDF വരുന്നത്. സർക്കാരിന്റെ സഹായത്തോടുകൂടി UDFന്റെ ഭരണസമിതി 2 പ്രാവശ്യം ഈ പ്ലാന്റ്, വേസ്റ്റ് എനർജി പ്ലാന്റ് ഉണ്ടാക്കാൻ നിന്നപ്പോഴും അതിന് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായതും അതൊക്കെ നിങ്ങളുടെയൊക്കെ മീഡിയയുടെ മുമ്പിൽ എല്ലാം അറിയുന്നതാണ്. ഇപ്പോൾ ഇവർ പറയുന്ന വികസനം പ്ലാസ്റ്റിക്കിന്റെ ബയോമൈനിങ്ങിന്റെ സംബന്ധിച്ചാണ്. 18 കോടി രൂപയ്ക്ക് UDF കൊണ്ടുവന്നൊരു പ്രൊജക്ട് ഇന്ന് 136 കോടി രൂപയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവിടെ ബയോമൈനിങ് സംവിധാനം നടത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെയുള്ള ഏക്കർ കണക്കിന് വസ്തുവിന് വേറൊരു സ്ഥലം നമ്മൾ വാങ്ങിയിരുന്നെങ്കിൽ അതിന്റെ ഇരട്ടി വരുമായിരുന്നു. പക്ഷെ ഞങ്ങൾ പ്രകൃതിക്ക് കോട്ടം തട്ടുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്
ആ ബയോ മൈനിങ് പ്രോസസ്സിന് യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാതെ ആ ലാൻഡ് റീക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചത്. ഇത് ഈ പറയുന്നതിന് ഒരു മറുവശം കൂടിയുണ്ട്. ഞാൻ മീഡിയയുടെ മുമ്പിൽ പറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വേസ്റ്റ് നമ്മുടെ നേരത്തെ പ്ലാസ്റ്റിക് മലയായിരുന്നെങ്കിൽ ഇപ്പോൾ ജൈവ മല, അതായത് അലിയുന്ന വേസ്റ്റ് CBG പ്ലാന്റ് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഇപ്പുറത്തെ വശത്തോട്ട് പോയാൽ ആ വശത്തോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ചെളിക്കുണ്ടായി നിൽക്കുന്ന വേസ്റ്റിന്റെ, അതായത് ലയിച്ചു പോവേണ്ട വേസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഒരു വല അടുത്ത സ്ഥലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരിടുന്നതിനുള്ള ഉത്തരവാദിത്വം നാളെ നമുക്കുണ്ടാവും. അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കണമെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് വേണം, കേന്ദ്രത്തിന് സപ്പോർട്ട് വേണം. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾക്ക് വികസനം എന്ന് പറയുന്നത് കൊച്ചിയുടെ വികസനമാണ്. കൊച്ചിയുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ, പട്ടികടി കൊള്ളാതെ ജീവിക്കാൻ, കൊതുകിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ, വേസ്റ്റിന്റെ സമ്പൂർണമായ ഇതിൽ നിന്ന് ജീവിക്കാനൊക്കെ നമുക്ക് സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ആ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ. ഇതൊക്കെ തന്നെയാണ്. അതായത് പ്രധാനമായും കൊച്ചി നേരിടുന്ന പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. ഇപ്പൊ സർ തന്നെ പറഞ്ഞല്ലോ, കൊതുകടി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെച്ചിരിക്കുന്ന വികസന മാതൃകയിൽ അൾട്ടിയുണ്ട്, വയോജനക്ഷേമമുണ്ട്, പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം. അത് അനിവാര്യമായ ഘടകമാണ്. പ്രത്യേകിച്ച് വലിയ ജൈവ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യം കൂടിയാണല്ലോ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ NDA സ്ഥാനാർത്ഥിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടോ? CBG പ്ലാനിനെ പറ്റി പറയുമ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ അഭിപ്രായം അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ പരിസരത്തുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 40-50 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വിറ്റിരുന്ന ഫ്ളാറ്റുകൾ ഇന്ന് 20 രൂപയ്ക്കാണ് അവിടെ വിൽക്കാനിരിക്കുന്നത്. ജനങ്ങൾ ശ്വാസം മുട്ടുകയാണ് അവിടെ വന്നിട്ട്. ഞങ്ങൾക്ക് ഈ അടുത്ത് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പല വീടുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോവുകയും ഫ്ളാറ്റുകളിൽ നിന്ന് ആളുകൾ എല്ലാ ഫ്ളാറ്റുകളും നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. അപ്പൊ പിന്നെ രണ്ടുപേരെ സംബന്ധിച്ച് അവിടെ ഒരു മലയുണ്ടെന്ന് സമ്മതിച്ചു. ഒന്ന് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒന്ന് ജൈവ മാലിന്യമാണെന്ന് സമ്മതിച്ചു. അങ്ങനെ മലയുണ്ട്. അപ്പൊ അതവർ സമ്മതിച്ചല്ലോ. ഈ മലയാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിദേശ ടെക്നോളജി അനുസരിച്ച് പുറത്തേക്ക് സ്മെല്ല് അടിക്കാതെ ഇത് ബൈ പ്രൊഡക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കൊതുകിന്റെ കാര്യം പറയുകയാണെങ്കിൽ പല വീടുകളിലും ചെല്ലുമ്പോൾ വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്, ഞങ്ങൾ NDAക്ക് വോട്ട് ചെയ്യാം, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ചെയ്യാം, നിങ്ങൾ വേറെ ഒന്നും ഇവിടെ ചെയ്യണ്ട. റോഡുകൾ, ജലവിതരണം എല്ലാം സ്വാഭാവികമായിട്ട് ഏത് സ്ഥാനാർത്ഥി ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഇതേ ഉള്ളൂ, ഇവിടെ വരുന്ന ഈ കൊതുകിന്റെ ശല്യം ഒന്ന് തീർത്തു തരാൻ പറ്റി ഞങ്ങൾ NDAക്ക് വോട്ട്. ഞാൻ തീർച്ചയായിട്ടും സമ്മതിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെ കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജൈവമാലിന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിവിടെ നിന്ന് ക്ലിയർ ചെയ്ത് പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു കാറ്ററിംഗ് വ്യവസായിയാണ്. നമ്മൾ സാധാരണ ഒരു സ്റ്റീലിന്റെ ഡ്രമ്മിന് ഇവിടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയൊക്കെ വാങ്ങുന്ന രൂപ എന്ന് പറഞ്ഞാൽ 600 600 രൂപയെന്ന് പറഞ്ഞ ഒരു മനുഷ്യരെ കൊണ്ട് നിസ്സാരമായിട്ട് അത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുകയല്ല അത്. അപ്പോൾ ഒരിക്കലും അത് പ്രാക്ടിക്കൽ. എന്നിട്ടും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കൂട്ടമായിട്ട് പല സ്ഥലത്തിട്ട് കത്തിക്കുകയും ജനങ്ങളൊക്കെ പല മീഡിയ തന്നെ അത് കവർ ചെയ്യാറുണ്ടല്ലോ, പല സ്ഥലത്തിട്ട് പരസ്യമായിട്ട് കത്തിക്കുകയും ചെയ്തിട്ട് ഈ പൈസയൊക്കെ എവിടെയാണ് പോകുന്നത്? പിന്നെ അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾക്ക് പൈസ തരുന്നില്ല. ഈ പദ്ധതികൾക്ക് പൈസ തരുമ്പോൾ നമ്മളൊരു വീട്ടിലൊരു കുട്ടിക്ക് ബുക്ക് മേടിക്കാൻ പൈസ കൊടുത്ത് അതിന് ബുക്ക് മേടിക്കാം, അതിന് വെച്ച് അരി മേടിക്കരുത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇപ്പൊ അച്ഛനെ ചീട്ട് കളിക്കാൻ പോകാൻ ഉപയോഗിക്കരുത്. ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് ആ പൈസ ഇല്ലാതെയാവുന്നത്. എവിടെയാണെന്ന് ഇവർ കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി കൊടുക്കാം. എവിടെയാണ് നിങ്ങൾക്ക് ഫണ്ട് കിട്ടാതിരിക്കുന്നതെന്ന് പിന്നെ കൃത്യമായിട്ട് കിട്ടുന്ന പൈസയ്ക്ക് കണക്ക് കൊടുക്കുക. ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അക്കൗണ്ടിങ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇതേപോലെയുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാവും. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന പദ്ധതികൾ സ്വീകരിച്ചതാണ് ഇപ്പോൾ നമ്മൾ വെറും 5 സീറ്റിലേക്ക് ഒതുങ്ങിയ കോൺഗ്രസിന്റെ അവസ്ഥയും കനൽത്തരി പോലും ഇല്ലാത്ത CPMന്റെ അവസ്ഥയൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തളർന്നു പോകുകയല്ല, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. വികസന പദ്ധതികൾ വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ യാതൊരുവിധ അഴിമതിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. അത് ആ ഒരു വാഗ്ദാനമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പൊ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി അജീവാനന്ദ പരിശ്രമത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പുവരികയാണ്. എന്തായാലും പാലാരിവട്ടം 33-ാം ഡിവിഷനിൽ പ്രബലരായ സ്ഥാനാർത്ഥികളാണ് 3 മുന്നണികളും രംഗത്തിറക്കിയിരിക്കുന്ന കാര്യം വ്യക്തമാണ്. 3 പേർക്കും കൃത്യമായ
കാഴ്ചപ്പാടുകളുണ്ട്. എന്തായാലും കൊച്ചി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്ടുകൾ, പദ്ധതികൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ 3 പേരും ഇതിനകം നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും 3 പേർക്കും വിജയാശംസകൾ. നാട്ടിലെ വോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.